സാത്താനിക് ബൈബിളായിരുന്നു അവൾ ആ യാത്രയിൽ വായിച്ചിരുന്നത്. കൂടെയുള്ള എല്ലാവരും ഉറക്കത്തിലായിരുന്നു. എന്നാൽ അവൾ മാത്രം ഉറങ്ങിയില്ല. അവൾ ആ യാത്ര മുഴുനീളം അവൾ വായിച്ചിരുന്നത്, അവളുടെ കയ്യിലുണ്ടായിരുന്നത് സാത്താനിക് ബൈബിളായിരുന്നു. അവൾക്ക് വളരെ ആഗ്രഹമായിരുന്നു ഒരു സാത്താനിസ്റ്റ് ആവണമെന്ന്. സാത്താനിസ്റ്റ് വർഷിപ്പിലൂടെ സകലതും സ്വന്തമാക്കാമെന്ന് മനസ്സിലാക്കിയായിരുന്നു അവൾ ആ സാത്താനിക് ബൈബിൾ സ്വന്തമാക്കിയത്. അതും ഒരു പ്രത്യേക ലിപിയിലുള്ള സാത്താനിക് ബൈബിളായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെക്കുറിച്ചുള്ള കഥ പറയാം. പേരടങ്ങുന്ന ഒരു സംഘം അവർ യാത്ര ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അവർക്ക് കാടും മലകളും എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അന്നത്തെ ആ 6 സംഘം അവർ പ്ലാൻ ചെയ്തിരുന്നത് ദൂരെയുള്ള കാടിന് നടുവിൽ ഒരു ടെൻ്റ് അടിച്ച് അവിടെ 2 ദിവസം താമസിക്കാമെന്നായിരുന്നു. ആ കാടിനകത്തേക്ക് പോകണമെങ്കിൽ തന്നെ 2 ദിവസം എടുക്കുമായിരുന്നു. അതുകൊണ്ട് അവർ എക്സ്പ്ലോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഒരു വാഹനമായിരുന്നു. അവർ പോവാൻ ഉദ്ദേശിച്ചിരുന്നത് വയനാടിൻ്റെ ഉൾവനങ്ങളിലേക്കായിരുന്നു. അവിടെയുള്ള ഒരു പ്രത്യേക മലയ്ക്ക് മുകളിൽ 2 ദിവസം ടെൻ്റടിച്ച് താമസിച്ച് അവിടെയെല്ലാം എക്സ്പ്ലോർ ചെയ്ത് വരാമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അവർ ഇതിനു മുന്നേയും പല കാടുകളിലേക്കും പോയിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ ഈ പോക്ക് അവർക്ക് അല്പം വിചിത്രമായിരുന്നു. അതിന് കാരണമായത് അവരുടെ കൂട്ടത്തിലെ അനികയായിരുന്നു. ഞാനീ പറയുന്ന 6 പേരും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുമാണ് അവർ ജോലി ചെയ്തിരുന്നത്. എല്ലാ 6 മാസം കൂടുമ്പോഴും അവർ എല്ലാവരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബ്രേക്ക് എടുത്ത് അവർ യാത്രകൾ പോകുമായിരുന്നു. അവർ മിക്കവാറും പോവാറുള്ളത് ഇത്തരത്തിലുള്ള കാടും മലകളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇത്തവണ അവർ ആഗ്രഹിച്ചത് വയനാട് ഉൾവനത്തിലെ ഒരു പ്രത്യേക മലയിലേക്കായിരുന്നു. അവിടെയുള്ള ചില കാഴ്ചകളെല്ലാം അവരുടെ ക്യാമറയിൽ പതിപ്പിക്കാമെന്ന് കരുതിയായിരുന്നു അവർ അവിടേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിനുവേണ്ടി അവർ ഒരുപാട് ദൂരം നടക്കാൻ കൂടി തയ്യാറായിരുന്നു. എന്നാൽ അവരുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ 2 ദിവസം കാടിനുള്ളിൽ കഴിയേണ്ടതായതുകൊണ്ട് തന്നെ അവർ അവിടേക്കെത്താൻ ഒരു വണ്ടി ഏൽപ്പിച്ചു. അത്യാവശ്യം അവർക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയായിരുന്നു. അവരുടെ കൂടെ ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഡ്രൈവർ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ ജോലികളിൽ ആ വണ്ടിയിൽ ഏർപ്പെട്ടിരുന്നു. യാത്രയിൽ അവർ അങ്ങനെ പരസ്പരം സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവരുടെ ജോലികൾ വൈൻഡപ്പ് ചെയ്യണമായിരുന്നു. ബ്രേക്ക് എടുത്തത് കൊണ്ട് മാത്രമായില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ബ്രേക്ക് എടുത്തു പോകുന്ന ആ സമയത്ത് അവരുടെ ജോലിയെല്ലാം വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് വീട്ടിലിരുന്നിട്ടും അല്ലെങ്കിൽ ഔട്ട്സൈഡ് പോയിട്ടാണെങ്കിൽ പോലും അവർക്ക് ചില പ്രത്യേക ജോലിയും അപ്ഡേറ്റ്സുകളും എല്ലാം നോക്കാനുണ്ടാവും. അങ്ങനെ ആ യാത്രയിൽ ആ പണികളെല്ലാം തീർത്താൽ അവർക്ക് അടുത്ത ദിവസം മുതൽ കാടിൽ അവരുടേതായിട്ടുള്ള എക്സ്പ്ലോറേഷൻ നടത്താമല്ലോ എന്നൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ. അതുകൊണ്ട് അവരാരും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അനിക മാത്രം ആ ജോലിയിലൊന്നും ഏർപ്പെട്ടിരുന്നില്ല. അവൾ ഇവിടേക്ക് ഇറങ്ങും മുന്നേ തന്നെ അവളുടെ എല്ലാ ജോലികളും തീർത്തിരുന്നു. അതിന് കാരണമുണ്ട്. അവൾ 3 മാസം മുന്നേ അവർക്കൊരു പാർസൽ വന്നിരുന്നു ജർമ്മനിയിൽ നിന്നും. ആ പാർസൽ തുറന്ന് അവൾ വായിച്ചിരുന്നത് ഒരു പ്രത്യേക ലിപിയിലുള്ള ഒരു പുസ്തകമായിരുന്നു. അവളുടെ ഉറ്റ സുഹൃത്ത് സാറ അവളോട് ചോദിക്കുകയുണ്ടായി, നീ എന്ത് തരം ബുക്കാണ് വായിക്കുന്നത്? ഇത് എന്താണ് ഒരു പ്രത്യേക ഭാഷയിലുള്ള ബുക്ക് എന്നൊക്കെ? നിനക്ക് ഇത്തരത്തിലുള്ള ഭാഷകളെല്ലാം അറിയുമോ എന്നും അവൾ ചോദിക്കുകയുണ്ടായി. എന്നാൽ അതിന് അനിക ഉത്തരം നൽകിയത് ഇത് സാത്താനിക് ബൈബിളാണ്. സാര ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ആയിരുന്നിട്ട് പോലും അവൾ പിന്നെയും ചോദ്യങ്ങൾ ആവർത്തിച്ചു. സാത്താനിക് ബൈബിളോ? അതെന്താണ്? ആ സമയത്ത് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു, സാത്താൻ വർഷിപ്പിന് വേണ്ടി വായിക്കുന്ന ബൈബിളാണോ എന്ന് ചോദിച്ചു. അതിന് അനിക ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതെ, ഇത് സാത്താൻ വർഷിപ്പിന് വേണ്ടി എല്ലാവരും പഠിക്കുന്ന സാത്താനിക് ബൈബിളാണ്. ഞാനും ഇതൊന്ന് പഠിച്ചു നോക്കണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം വിശ്വാസമേറെയാണ് ഇപ്പോൾ.
എനിക്ക് സാത്താൻ വർഷിപ്പിലൂടെ സകലതും സ്വന്തമാക്കണം. നമ്മുടെ കമ്പനിയിലെ CEO പോസ്റ്റിലൊക്കെ എനിക്ക് എത്തണം. അവൾ വളരെ കൗതുകത്തോടെ സാറയോട് പറഞ്ഞു. എന്നാൽ സാറ ഇതെല്ലാം കേട്ട് അല്പം വിചിത്രമായി തന്നെ അനികയെ നോക്കി. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, നിനക്കിത് നന്നല്ല, ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ നിർത്തണമെന്ന് പറഞ്ഞു. ആ ഒരു സാത്താനിക് ബൈബിൾ അവളിൽ ലഭിച്ചതിന് ശേഷം അവൾ ആ ലിപി പഠിച്ചെടുക്കാൻ ഒരുപാട് കാലതാമസമെടുത്തു. എങ്കിലും അവൾക്ക് വേണ്ടി ആ ഒരു സാത്താനിക് ബൈബിൾ പഠിക്കാൻ വേണ്ടി അവൾ ആ ലിപി പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. എന്നാൽ അവൾക്ക് ആ ബൈബിൾ മൊത്തത്തിൽ വായിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഓരോ ദിവസവും അവൾ ഓരോ പേജ് വായിക്കും തോറും അവൾക്ക് ക്ഷീണമേറെ വരുന്നു. എന്തോ ഒരു തരം ഭാരമുള്ള വസ്തു അവളുടെ തലയ്ക്കുള്ളിൽ തിങ്ങി നിറയുന്നത് പോലെയായിരുന്നു അവൾക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ പേജുകൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോഴേക്കും അവൾ ക്ഷീണിതയായിരുന്നു, അറിയാണ്ട് ഉറങ്ങിപ്പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരുന്നു അവൾ ആ പുസ്തകത്തിൻ്റെ കാൽഭാഗം പോലും വായിച്ചിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അന്നത്തെ യാത്രയിൽ അവൾ ആ ബൈബിൾ കൂടെ കരുതിയത്. ആ യാത്രയുടനീളം അവൾക്ക് ആ ബൈബിൾ വായിച്ചു തീർക്കണമായിരുന്നു എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ബസ്സിലിരിക്കുന്ന സമയത്ത് ആ ബൈബിൾ വായിക്കും തോറും അന്നത്തെ പോലെ തന്നെയായിരുന്നു അവൾക്ക് ക്ഷീണം ഏറി വരികയായിരുന്നു. ഉറക്കം അവളെ വല്ലാണ്ട് മാടി വിളിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അവൾ ആ ഒരു പരിശ്രമത്തിൽ നിന്ന് പിന്നീട് ഒഴിഞ്ഞു മാറിയില്ല. അന്നൊക്കെ ജോലിക്ക് പോവേണ്ടത് കൊണ്ട് തന്നെ അധികം അവൾ ഉറക്കം കളയാറുണ്ടായിരുന്നില്ല. പതിയെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഈ യാത്രയിൽ അവൾ തികച്ചും സ്വതന്ത്രയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവൾക്കത് വായിച്ചെടുക്കാൻ എളുപ്പമാണ്. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല വിചിത്രമായ സംഭവം. ആ ഒരു യാത്രയിൽ മുഴുവൻ അവർ യാത്ര തുടങ്ങിയ മുതൽ തന്നെ ഒരുപാട് ദുശ്ശകുനങ്ങൾ അവർക്ക് മുന്നിൽ കണ്ടു തുടങ്ങി. അവർക്ക് മുന്നിൽ അമാനുഷികമായിട്ടുള്ള പലതരം കാര്യങ്ങളും അരങ്ങേറിക്കൊണ്ടിരുന്നു. അതിൽ പ്രധാനമായിരുന്നു വണ്ടിയുടെ കേട്. ഒരു പുത്തൻ വണ്ടിയായിരുന്നു അവർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. എങ്കിൽ പോലും പോകുന്ന വഴിയെ 2-3 പ്രാവശ്യമെങ്കിലും ആ വണ്ടി ടയർ പങ്ചറായിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് റോഡിലേക്ക് കടന്നത് മുതൽ തന്നെ വണ്ടിക്ക് മുന്നിലേക്കായി പല മരങ്ങളും കാറ്റില്ലാണ്ട് വീഴുക, അതുപോലെ വണ്ടിക്ക് എൻജിൻ തകരാറ് പോലെ ചില തകരാറുകൾ സംഭവിക്കുക, അങ്ങനെയുള്ള പലതരം വിചിത്രമായ സംഭവങ്ങളും ആ ഒരു യാത്രയിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. എന്നാലും ആ യാത്ര അവർ ഉപേക്ഷിച്ചില്ല. ആ തടസ്സങ്ങളെല്ലാം പതിയെ നീക്കി അവർ ഉൾവനങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. റോഡ് മാർഗം അവസാനിക്കും വരെ ആ വണ്ടി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ റോഡ് അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് ആ വണ്ടി നിർത്തി അവര് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ആ സമയത്ത് ആ സാത്താനിക് ബൈബിൾ അവളൊരു വെളുത്ത തുണി കൊണ്ട് പൊതിഞ്ഞ് അവളുടെ ബാഗിൽ വെച്ചിരുന്നു. അങ്ങനെ ആ ഒരു കാട്ടിലേക്ക് അവർ കയറിക്കൊണ്ടേയിരുന്നു. പലതരം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും തമാശകളും പറഞ്ഞ് അവർ 6 പേരും മലമുകളിലേക്ക് കയറി. 4 ആൺസുഹൃത്തുക്കളും 2 പെൺസുഹൃത്തുക്കളുമായിരുന്നു. അതിൽ ഒന്നായിരുന്നു അനിക, മറ്റത് സാറയുമായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആൺസുഹൃത്തുക്കളിൽ പലരും കേരളത്തിൽ നിന്നുണ്ടായിരുന്നവരായിരുന്നില്ല. അവർ പലരും കേരളത്തിന് പുറമേ നിന്നും ഇങ്ങോട്ട് ജോലിക്ക് വന്നവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് ലാംഗ്വേജ് പ്രോബ്ലം നന്നായിട്ടുണ്ടായിരുന്നു. മലയാളം അത്ര വശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഇംഗ്ലീഷ് തന്നെയായിരുന്നു. അങ്ങനെ കാടിൻ്റെ ഓരോ ഭീകര വഴികളും അവർ അവരുടെ കയ്യിലെ തണ്ടുകൾ ഉപയോഗിച്ച് അവർ കയറിക്കൊണ്ടേയിരുന്നു. അന്നത്തെ രാത്രി ഉറപ്പായും അവിടെ ടെൻ്റടിച്ച് താമസിക്കാം എന്നായിരുന്നു അവരുടെ മനസ്സിൽ മുഴുവൻ. എന്നാൽ അന്നത്തെ രാത്രി അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല അവർക്ക് സമ്മാനിച്ചത്. അങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ അവർ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ പൊതി തുറന്ന് അവർ ഭക്ഷണമെല്ലാം ആർത്തിയോടെ കഴിച്ചു. കാരണം അത്രയ്ക്കും വിശപ്പും ദാഹവും അവരെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് അന്നത്തെ രാത്രി അവർ അവിടെ ടെൻ്റടിക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും സെപ്പറേറ്റ് ടെൻ്റായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ അനികയും അവളുടെ ടെൻറ്റിനുള്ളിൽ അവൾ കയറിക്കൂടി. അതിനുശേഷവും അനികയ്ക്ക് ഉറങ്ങാനൊന്നും ഉദ്ദേശമുണ്ടായിരുന്നില്ല. അനിക വീണ്ടും കയ്യിലിരുന്ന സാത്താനിക് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആ സാത്താനിക് ബൈബിളിൻ്റെ ഓരോ പേജുകളും മറിക്കും തോറും പിന്നീട് അങ്ങോട്ട് ചില പ്രത്യേകതരം എക്സോസിസ്റ്റ് മന്ത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് അവൾക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. എന്നാലും പൊടിപ്പും തൊങ്ങലുമെല്ലാം ചേർത്ത് കയ്യിലുള്ള മൊബൈൽ ഫോണിൽ റെഫറൻസ് എല്ലാം ചെയ്ത് അവൾ ആ മന്ത്രങ്ങൾ ഓരോന്നായി വായിക്കാൻ തുടങ്ങി. അത് ഉറക്കിയൊന്നുമായിരുന്നില്ല, അത്
ആരോ സ്വകാര്യം പറയുന്നത് പോലെ അവൾ അവളുടെ ടെൻറ്റിനുള്ളിൽ വായിച്ചു കൊണ്ടേയിരുന്നു. അല്പസമയത്തിന് ശേഷമായിരുന്നു പുറമേ നിന്നും ഒരു ശബ്ദം കേട്ടത്. ആരോ നടക്കുന്ന പോലെ. പെട്ടെന്ന് അനിക ഉറക്കെ വിളിച്ചു ചോദിച്ചു, ആരാണ്? ഇതുവരെ ഉറങ്ങാറായില്ലേ? എന്താണ് ഇനിയും പുറത്ത് നിൽക്കുന്നത്? എന്തെങ്കിലും ഇഴജന്തുക്കളോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ വന്ന് ശല്യം ചെയ്യുമായിരിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടെൻറ്റിൽ കയറി കിടന്നോളൂ എന്ന് അവൾ ആവർത്തിച്ച് പറയുകയുണ്ടായി. അതിന് അവിടെ നിന്നും കേട്ട മറുപടിയുടെ ശബ്ദമൽപ്പം വിചിത്രമായിരുന്നു. ഒരു ഘോര ശബ്ദത്തോടെയുള്ള ഒരു സമ്മത മൂളലായിരുന്നു ആ ഒരു ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചത്. എന്നാൽ ആരോ മണ്ണിൽ വളരെ അമർത്തി നടക്കുന്നത് പോലെ ഒരു ശബ്ദം അവൾ കേട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ടെന്റിന്റെ സിബ് തുറന്ന് കയ്യിലുള്ള ടോർച്ച് ഉപയോഗിച്ച് ചുറ്റുപാടും അടിച്ചു നോക്കി. എന്നാൽ അവൾക്കവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. എന്നാൽ അവളുടെ ടെന്റിന് മുന്നിൽ അവൾ വിചിത്രമായ ഒരു കാൽപ്പാട് കണ്ടു. അത് മനുഷ്യന്റെ കാൽപ്പാട് പോലെ തോന്നിയില്ല. എന്നാൽ അതൊരു മൃഗത്തിന്റെ കാൽപ്പാടുമായിരുന്നില്ല. അവളുടെ മനസ്സിൽ മുഴുവൻ കൺഫ്യൂഷൻ നിറഞ്ഞിരുന്നു. ആ സമയത്ത് അവളുടെ ഉൾമനസ്സിൽ അവളൊന്ന് ചിരിച്ച് അവൾ മനസ്സിലോർത്തു, ഒരുപക്ഷെ എൻ്റെ സാത്താൻ വർക്ക്ഷിപ്പിലൂടെ സാത്താൻ ഇവിടെ വന്നിരിക്കുമോ എന്നൊക്കെ അവൾ ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ അവൾ പിന്നെയും മനസ്സിലോർത്തു, അങ്ങനെയൊന്നും സാത്താൻ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടില്ല. അത്രയും സിൻസിയറായി ആ സാത്താനിക് ബൈബിൾ മുഴുവൻ പഠിച്ച് അതിലെ മന്ത്രങ്ങളെല്ലാം തറവുമായി പറഞ്ഞാൽ മാത്രമേ വരികയുള്ളൂ. ഇത് ഒരു പക്ഷേ എൻ്റെ തോന്നലാവാമെന്ന് കരുതി. എന്നാൽ അവൾ ശരിക്കും ഒരു സാത്താനെ പ്രത്യക്ഷപ്പെടുത്താൻ കാത്തിരിക്കുന്ന പോലെയായിരുന്നു അവളുടെ എല്ലാത്തരം പെരുമാറ്റവും. അങ്ങനെ വീണ്ടും ടെന്റിനകത്ത് വന്ന് കിടന്ന് അവൾ അവളുടെ സുഹൃത്തിന് സാരയ്ക്ക് ഫോൺ ചെയ്തു. എന്തോ ഒരു വിചിത്രമായ ശബ്ദം പുറമെ നിന്നും നീ കേട്ടോ? എനിക്ക് അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ നീയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്ക്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അതിന് സാറ പറഞ്ഞ മറുപടി, നീ എന്താണിപ്പോൾ ചെയ്യുന്നത്? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നീ ഇപ്പോഴും സാത്താനിക് ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് സാറ ചോദിച്ചു. അതിന് അനിക മറുപടിയായി ഒരു പതിഞ്ഞ സ്വരത്തിൽ അതേ എന്ന് ഉത്തരം പറഞ്ഞു. നിനക്കിത് നല്ലതല്ല. നീ ദയവ് ചെയ്ത് ആ ഒരു പുസ്തകം അടച്ചു വെക്കണം. നമ്മുടെ കൂടെയുള്ളവരിൽ പലർക്കും നീ ഈ പുസ്തകം വായിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ആ ഒരു പുസ്തകം അടച്ചു വെക്കണം. നീ നിൻ്റെ ഈ വെക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അടിച്ചു പൊളിക്കുക, എന്നിട്ട് തിരിച്ച് ജോലിയിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ അതിനുശേഷവും അവൾ ആ സാത്താനിക് ബൈബിൾ വായിച്ചു കൊണ്ടേയിരുന്നു. അതിലെ ഓരോ മന്ത്രങ്ങളും അവൾ ഉറക്കെ ചൊല്ലി പറയാൻ തുടങ്ങി. പെട്ടെന്നാണ് അവളുടെ ടെൻറ്റിൻ്റെ സിപ്പ് പുറമെ നിന്നും ആരോ തുറക്കുന്നത് പോലെ തോന്നിയത്. അതിൻ്റെ സിപ്പ് താഴോട്ട് നീങ്ങി വരുന്നത് അവൾ ശരിക്കും കണ്ടിരുന്നു. അതിനെ അവൾ വളരെ പേടിയോടെ നോക്കി കണ്ടു. ചിലപ്പോൾ വല്ല വന്യമൃഗങ്ങളും ആയിരിക്കുമോ എന്ന് പോലും അവൾ ചിന്തിച്ചു. അപ്പോഴും അവളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഈ ബൈബിളിൽ നിന്നും ഉണ്ടാവാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് അവൾ മനസ്സിലാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അവൾ ആ ടെൻറ്റിൻ്റെ സിപ്പ് തുറന്നു നോക്കാൻ പോയില്ല. കാരണം ഇതൊക്കെ വിശ്വാസമുണ്ടെങ്കിലും അവൾക്ക് സാത്താനെ നേരിട്ട് കാണാൻ നല്ല ഭയമായിരുന്നു. എന്നാൽ അവളത് സാത്താനാണെന്ന് ഒരിക്കലും മനസ്സിൽ സങ്കല്പിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് മുന്നിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടത് സാത്താൻ തന്നെയായിരുന്നു. ആദ്യം അവൾ കണ്ട കാൽപ്പാടുകൾ അവൾ വിളിച്ചു വരുത്തിയ സാത്താൻ്റെ തന്നെയായിരുന്നു. ഈ ഒരു സംഭവം കൂടെ കണ്ടതോടെ അവൾ ആ ബൈബിൾ അടച്ചു വെച്ച് പിന്നീട് ഉറങ്ങാൻ ശ്രമിച്ചു. അടുത്ത ദിവസം അവൾ സാറയോട് ഈ ഒരു കാര്യം പറയുകയുണ്ടായി. അതിന് സാറ അവളെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. അടുത്ത ദിവസം ആ കാടിനുള്ളിൽ തങ്ങാൻ സാറ സമ്മതിച്ചില്ല. അവൾ ഇവിടെ നിന്നും പെട്ടെന്ന് പോവാമെന്ന് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് അവർ താഴേക്ക് മടങ്ങുകയുണ്ടായി. എന്നാൽ അനികയ്ക്ക് അവിടെ നിന്നും മടങ്ങാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ രാത്രിയും അവർ അവിടെ തന്നെ കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. അന്നത്തെ രാത്രിയും അനിക ആ സാത്താൻ ബൈബിൾ മുഴുവനായി വായിച്ചു തീർക്കാൻ തീരുമാനമെടുത്തു. എന്നാൽ അന്നത്തെ രാത്രി അനികയുടെ ടെൻറ്റിലേക്ക് വന്ന ഒരു വിചിത്രമായ പ്രകാശം കണ്ട് അവൾ ബോധരഹിതയായി വീണു. അടുത്ത ദിവസം രാവിലെ അവൾ മാത്രം ടെൻറ്റിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരാത്തതിനെ തുടർന്ന് എല്ലാ സുഹൃത്തുക്കളും വന്ന് ടെൻറ്റ് തുറന്നപ്പോഴായിരുന്നു അവൾ ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത്.
മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് അവളെ ഉണർത്തിയതിനു ശേഷം അവൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ അവർക്ക് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. അവൾ പറഞ്ഞ ഈ കാര്യം സത്യമാണെങ്കിൽ അവൾ ഇന്ന് ഒരു സാത്താനിസ്റ്റായി മാറിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അവളിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് അവൾ വിളിച്ചു വരുത്തിയ സാത്താനായിരുന്നു. എന്ത് വിചിത്രമായ കഥയല്ലേ. നമ്മൾ പലരും കേട്ടിട്ടുണ്ട് സാത്താൻ വർഷിപ്പിനെ കുറിച്ച്. അതിനുവേണ്ടി ഒരു സാത്താനിക് ബൈബിളും അവർ ഉപയോഗിക്കാറുണ്ടെന്നും നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു തവണ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കഥ എൻ്റെ ഒരു ഫോളോവർ എന്നോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. അവർ ഈ കഥ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ആ ഒരു ഫോളോവർ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾക്കുണ്ടായ അനുഭവമാണോ എന്ന്. അതിന് അവൾ പറഞ്ഞ ഉത്തരം അതെ എന്നായിരുന്നു. ഉടനെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അവൾ ബ്ലോക്ക് ചെയ്ത് അവൾ എങ്ങോട്ടോ പോയി. എന്നാൽ ഈ കഥ ആദ്യം ഞാൻ പ്രസൻറ്റ് ചെയ്യണോ എന്ന് ഒരുപാട് സംശയിച്ചിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു, എന്തിന് ഞാനിത് പ്രസൻറ്റ് ചെയ്യാതിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. സത്യത്തിൽ ഇതെൻ്റെ ഫോളോവർ പറഞ്ഞു തന്ന കഥ തന്നെയാണ്. ആ ഒരു വ്യക്തി സാത്താനിസ്റ്റ് ആവാൻ വേണ്ടി സാത്താനിക് ബൈബിളെല്ലാം ഓർഡർ ചെയ്ത് വായിച്ചതിന് ശേഷം അവർ ഒരു കാടിനുള്ളിലേക്ക് യാത്ര പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വിചിത്രമായ അനുഭവം തന്നെയായിരുന്നു അത്. ആ കുട്ടി മുഴുവനായി ഈ കഥ പറഞ്ഞു തന്ന് ഞാൻ ഈ കഥ മനസ്സിലാക്കിയെന്ന് അവൾക്ക് ഉറപ്പായതോടെ അവൾ എന്നെ ബ്ലോക്ക് ചെയ്തു. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇനിയും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എപ്പോഴാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നേരിട്ട് അനുഭവിക്കുന്നത് അതുവരെ എല്ലാ കഥകളും കെട്ടുകഥകൾ മാത്രമാണ്. എന്തിന്, ഞാൻ ഈ പറയുന്ന കഥ പോലും നിങ്ങൾക്ക് കെട്ടുകഥകൾ മാത്രമാണ്.